കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ 26-ാം വാർഡിലെ അങ്കണവാടി പുതിയ മന്ദിരത്തിൽ പ്രവർത്തനം തുടങ്ങി. കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ 26-ാം വാർഡിൽ മുനിസിപ്പാലിറ്റിയുടെ വാർഷിക ഫണ്ടിൽ നിന്നുള്ള 22 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുതിയ മന്ദിരം നിർമ്മിച്ചത്. പ്രദേശവാസിയായ പാലപ്പിള്ളിൽ പി.കെ. മണി സൗജന്യമായി 3 സെന്റ് സ്ഥലം നൽകുകയും ചെയ്തു. മന്ദിരത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം.എൽ.എ. നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ കെ. ടോമി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിന്ധു ഗണേശൻ, കെ.എ. നൌഷാദ്, രമ്യ വിനോദ്, ബിൻസി സിജു, അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, കെ.എ. ഷിനു, ബബിത മത്തായി, പ്രവീണ ഹരീഷ്, CPS ബാലൻ, പി മൈദീൻ ഷാ, വി ജിനു, പിങ്കി കെ. അഗസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. സ്ഥലം വിട്ടു നൽകിയ പി.കെ. മണിയെ ചടങ്ങിൽ ആദരിച്ചു. കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ അംഗനവാടികൾ ഘട്ടഘട്ടമായി സ്മാർട്ട് അംഗനവാടികളിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും ഇന്ന് ഹൈടെക്കായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയിലാണ് അംഗനവാടികളും സ്മാർട്ട് അംഗനവാടികൾ എന്നുള്ള നിലയിലേക്ക് സർക്കാർ ഘട്ടം ഘട്ടമായി ആ പ്രവർത്തനം ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഗണത്തിലേക്ക് നമ്മുടെ 26-ാം വാർഡിലെ അംഗനവാടി മാറുകയാണ്. നല്ല നിലയിൽ ഇപ്പോൾ അംഗനവാടികളിലേക്ക് കടന്നു വരുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർ കളിച്ചും ചിരിച്ചും വളരുന്ന പ്രായത്തിലാണ് അംഗനവാടികളിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വീടിനകത്ത് ഉള്ള സമാനമായ അന്തരീക്ഷം ഓരോ അംഗനവാടികളിലും നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. GTV ന്യൂസ്, കോതമംഗലം.